അതായത് നമ്മുടെ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡോക്യുമെൻറ്റ്സ് അവർ ഇതുവരെ ശരിയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത്യാവശ്യം എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കോറാണ്. ഒരുപാട് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കരുതി വെക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ കുറേ പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പലരുടെയും മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ചില ഡോക്യുമെൻറ്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡോക്യുമെൻറ്റ്സ് അവർ ഇതുവരെ ശരിയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ചില യൂണിവേഴ്സിറ്റീസൊക്കെ ഓൾറെഡി ഓപ്പൺ ആയി, പിന്നെ കുറേ യൂണിവേഴ്സിറ്റീസൊക്കെ ഓപ്പൺ ആവാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഈ പ്രിപ്പറേഷൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഡിലേ ആകും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അതെല്ലാം പ്രിപ്പയർ ചെയ്യുക. അപ്പം കോഴ്സ് തീരാൻ നിൽക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ആദ്യത്തെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റും വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഡിഗ്രി കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ആ ഒരു ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ റിസീവ് ചെയ്ത് സെറ്റാക്കി വെക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളൊരു ഇംഗ്ലീഷ് ടോട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് ആയിരിക്കും വേണ്ടത്. അതായത് ഈ IELTS, TOEFL ഒക്കെ പോലെ. അതല്ല, നിങ്ങളൊരു ജർമ്മൻ ടോട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് ആയിരിക്കും വേണ്ടി വരിക. അതായത് ഗോയിത്തയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ പോലെ. കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് ടോട്ട് മാസ്റ്റേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. IELTSന് നമുക്ക് ഓവറോൾ 6.5 സ്കോറാണ് നമുക്ക് വേണ്ടത്. അപ്പം ആ ഒരു സ്കോർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ IELTSൻ്റെ കാര്യമൊക്കെ ഓക്കെയാണ്. കൂടുതൽ ആൾക്കാരും IELTS ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് TOEFL വേണമെങ്കിൽ അതും ഒക്കെ എഴുതാം. അപ്പോൾ നിങ്ങളപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞോടുകൂടി തന്നെ എത്രയും വേഗം IELTSന് പ്രിപ്പയർ ചെയ്ത് ആ ഒരു 6.5 ഓവറോൾ സ്കോർ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്യാവശ്യം എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കോറാണ് 6.5. അപ്പം അത് എയിം ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം തന്നെ 2 ഇയർ ആണ് IELTSൻ്റെ വാലിഡിറ്റി വരുന്നത്. അപ്പം ആ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടിയെടുത്ത് വെക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ആണ് APS സർട്ടിഫിക്കറ്റ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് കുറച്ച് നാളായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈന പോലെയുള്ള കൺട്രീസിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടുള്ളൂ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ് എന്ന് ഉറപ്പ് വരുത്തുന്ന, വെരിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു APS സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിനും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിന് 18,000 റുപ്പീസ് ആവശ്യമായിട്ടുണ്ട്, പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനലാണ് എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത്. നാലാമതായിട്ടുള്ളത് നിങ്ങളുടെ CV ആണ്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള യൂറോപ്പ CV ആണ് നിങ്ങൾ കരുതി പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്കിൽസ് കാര്യങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം കാണിക്കുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള യൂറോപ്പ CV ആണ് വേണ്ടത്. ഇനി അടുത്ത ഡോക്യുമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. നിങ്ങളുടെ അഡ്മിഷന് വളരെ ഒരു രീതിയിൽ ബാധിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് മോട്ടിവേഷൻ ലെറ്റർ അല്ലെങ്കിൽ SOP അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്. നിങ്ങളുടെ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ ഒരു SOP. അപ്പം ഈ ഒരു ഡോക്യുമെൻ്റ് അവർ അഡ്മിഷൻ സെല്ലിലുള്ള ആൾക്കാർ എന്തായാലും വായിച്ചു നോക്കും. അതുകൂടി വായിച്ച് അത് ഇമ്പ്രസീവ് ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് അഡ്മിഷൻസൊക്കെ കിട്ടുക. അപ്പോൾ വളരെ ശ്രദ്ധയോടെ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യുക. അതും നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി അടുത്ത ഡോക്യുമെൻ്റ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ്, അല്ലെങ്കിൽ LOR. ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ ഡിഗ്രി ഓൾറെഡി ചെയ്തിട്ടുള്ള ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ നിന്നും HODയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയോ എഴുതി സൈൻ ചെയ്ത് തരുന്ന ഒരു ഡോക്യുമെൻ്റാണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. 2 LORs ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 2 പൊസിഷനിലുള്ള ഫാക്കൽറ്റീസിൻ്റെതാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഒന്നില്ലെങ്കിൽ ഒരു HODൻ്റെതും ഒരു പഠിപ്പിക്കുന്ന ഒരു ലെക്ചററിൻ്റെത്, അതല്ലാന്നുണ്ടെങ്കിൽ HODൻ്റെ അല്ലെങ്കിൽ Dൻ്റെത് അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെത് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിൻ്റെത്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും 2 എണ്ണമാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതും നിങ്ങൾ മുന്നോടിയായിട്ട് കരുതി വെക്കാം. ഓരോ കോളേജിൽ ഓരോ രീതിയാണ്. അപ്പം എൻ്റെ കേസിലൊക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് സെറ്റാക്കി കൊണ്ടുപോയി. അപ്പോൾ അവരുടെ ലെറ്റർ ഹെഡിൽ അത് പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്ത് സീലെല്ലാം വെച്ച് തരുവാണ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിഗ്രി ചെയ്ത് ആ ഒരു കോളേജിനായിട്ട് ബന്ധപ്പെടുക. ഇങ്ങനെ പുറത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതെല്ലാം ശരിയാക്കി തരും. ഇനി അടുത്തൊരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്.
അപ്പം റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമലായിട്ടുള്ള രീതിയിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കരുതി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ്. അതെന്തായാലും വേണമല്ലോ അല്ലേ? അപ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പിയും നിങ്ങൾ സ്കാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അടുത്തതായിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ കളക്ട് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രെയിനിങ്സോ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്യുക. നിങ്ങളുടെ ഡിഗ്രി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആ ഒരു മാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്കിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സസ് ആയിരിക്കാം, ഷോർട്ട് ടൈം കോഴ്സസോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇങ്ങനെയുള്ള നിങ്ങൾക്ക് അതിന് കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ അതെല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ സെറ്റാക്കി സ്കാൻ ചെയ്ത് വെക്കുക. അതും നമുക്ക് ഈ ഒരു അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ വെക്കുമ്പം നമ്മുടെ ആ ഒരു ചാൻസസ് ഹയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾ GRE പോലുള്ള എന്തെങ്കിലും എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ജർമ്മനിയിലേക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള മാസ്റ്റേഴ്സിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന ഡോക്യുമെൻ്റ്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി സെറ്റാക്കി വെക്കുക. ഇതിൽ മെയിനായിട്ടും ബാക്കിയൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, പക്ഷേ IELTS-ഉം APS-ഉം ആരും ചെയ്തിട്ടുണ്ടാവില്ല. കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്തവർ IELTS-ഉം APS-ഉം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ വിൻ്റർ ഇൻടേക്കിൽ അഡ്മിഷൻ വേണ്ടവരാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും മാക്സിമം മാർച്ചിൽ തന്നെ ഏതെങ്കിലും ഒരു IELTS ഡേറ്റ് എടുത്ത് IELTS-ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ലേറ്റ് ഒന്നുമല്ല, നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതും കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ അവർ ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഡെഡ് ലൈനിന് മുന്നേ തന്നെ കുറേ കുട്ടികൾക്ക് ഓഫർ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ഒരു തുടക്കം സ്റ്റേജിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അവർ വെരിഫൈ ചെയ്യാനുള്ളതും നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് അഡ്മിഷൻസിൻ്റെ ഹെൽപ്പോ സർവീസസോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.